ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊന്നുമില്ല, ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നലെ തൊഴുതിട്ട് ഇന്ന് വീട്ടിൽ പോകാമെന്ന് കരുതിയിരുന്നേ. വീട്ടിൽ പോയിട്ട് നമുക്ക് ഇത്ര പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ലീവല്ലേ, ഇപ്പോൾ ഓണത്തിൻ്റെ ലീവാണ്. അപ്പോൾ നമുക്കത് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ അതിരപ്പള്ളി പോവാന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ്ട് അതിരപ്പള്ളിക്ക് പോകുന്ന ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ നിർത്തിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ വ്ലോഗ് എടുക്കാൻ കരുതിയതായിരുന്നില്ല, പിന്നെ പെട്ടെന്ന് തോന്നി നമുക്കൊന്നൊന്ന് കാണിച്ചേക്കാം. അപ്പം നമുക്ക് നേരെ വ്ലോഗിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ചുട്ടുകൊള്ളണ വെയിലാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ അച്ഛൻ നിർത്തിയതാട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. 4 നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. പക്ഷെ അതിന് അനിയന് പൂരി മതി പറഞ്ഞിട്ട് അത് മാറ്റി. പിന്നെ എനിക്ക് അനിയന് ഹോർലിക്സ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അവർക്ക് വന്നു, അമ്മയ്ക്കും അച്ഛനും റിക്കുവിനും വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞാൻ ആദ്യം അമ്മയ്ക്ക് തരാൻ വന്നു. പിന്നെ എനിക്കത് മനസ്സിലായി എൻ്റെ വല്ല സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കും കുറച്ച് വൈകി തരാൻ പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഹോർലിക്സ് ഉണ്ടായിരുന്നു, അത് ഞാനിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ അതിൽ കുടിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ടേ. അങ്ങനെ ഗായ്സ് കുടിച്ചു നോക്കിയിട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ്, സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒരു ഹോർലിക്സ് ഒക്കെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടേ. അച്ഛാ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഗായ്സ് എന്താവോ എന്തോ നമുക്കറിയില്ല, എനിക്ക് ഹോർലിക്സ് നല്ല ഇഷ്ടമായിട്ടോ, എനിക്കിഷ്ടമായി, നല്ല ഹോർലിക്സ്. അങ്ങനെ ഗായ്സ് എൻ്റെ എത്തിയിട്ടോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നല്ല മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള സമയമായേ. ഗായ്സ് നമുക്ക് കഴിച്ചോ. നല്ല ചൂട്. സൂപ്പർ. അപ്പം നമുക്ക് ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ആതിരപ്പള്ളിയിലോട്ടാണ്. അവിടെ എത്തുമ്പോൾ വഴുകുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ കഴിച്ച ഒരു ഹോട്ടലിൽ കാണിച്ചു തരാം ഗായ്സ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു മെല്ലോ, ഇതാക്കി കാണിച്ചു തരാം. ഉണ്ടോ മെല്ലോ ഫുഡ് ഫാക്ടറി, ചെട്ടിലപ്പള്ളി ഗ്രൗണ്ട് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടൊക്കെ കണ്ടോ. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ വേണ്ട അവിടെ ഇരുന്ന ഒരു പച്ച കളർ കണ്ടോ, അവിടെ ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഗായ്സ് ഞാനിവിടെ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ താരം എത്തിയിരിക്കുന്നു. നോക്കോ, ഹലോ പറഞ്ഞേ. നമ്മള് ഇവൻ അങ്ങനെ വരാത്ത ആളാണ്. ഇന്ന് എന്തോ പറ്റി തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇന്നലെ ഇന്നും കേട്ടോ. നോക്ക് കണ്ടോ, വെക്കുവോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. നിങ്ങൾക്കിത് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നില്ല? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. അപ്പോൾ ഇനി ഞങ്ങൾ കളിച്ചിരിക്കട്ടെ. പാട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഒരു ഹൈപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കളിക്കും. ഞങ്ങൾ പാർക്ക് പോവാണ്, അതാണ് അങ്ങനെ പറയുന്നത്. നല്ല കുലുക്കുണ്ട്, അപ്പൊ ചെറുതായിട്ട് ഫോൺ ഷെയ്ക്ക് ആവും, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഫസ്റ്റ് എടുക്കുന്ന വ്ളോഗാണ്, അപ്പൊ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ. കളിക്കടാ, കളിക്ക്. പോയിരുന്നു ഗായ്സ്. അപ്പൊ കളിക്കട്ടോ, അവിടെ എനിക്ക് സ്റ്റെപ്പ് മാത്രമേ അറിയൂ. ബൈ ബൈ അങ്ങനെ പറ. കളി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനല്ല എടുക്കുന്നത്, അമ്മയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ കേട്ടോ. അപ്പം ഇത് എന്താ തൃശ്ശൂർ ഹൈവേ ആണെന്നാണ് പറഞ്ഞത്. ഏതാ സ്ഥലം എന്നൊന്ന് കറക്റ്റ് പറഞ്ഞു തരണം കേട്ടോ.
തൃശ്ശൂരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ റോഡ് എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മുകളിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ നമ്മുടെ ആതിരപ്പള്ളിയിലോട്ട് റൂട്ടിലേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മളിങ്ങനെ കയറി. അവിടെ തന്നെയാണ് നമ്മുടെ സ്നോ സ്റ്റോമും സിൽവർ സ്റ്റോമും ആതിരപ്പള്ളി എല്ലാം പാടെ കൂടിയിട്ടുള്ള റോഡാണ്. ഞാൻ സ്നോ സ്റ്റോമിലും സിൽവർ സ്റ്റോമിലും ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു നമുക്ക് പിന്നെ പോവാം, നമുക്ക് സിൽവർ സ്റ്റോമിലും സ്നോ സ്റ്റോമിലും നമുക്ക് പിന്നെ പോവാം, ഇപ്പോൾ നമുക്ക് ആതിരപ്പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം, അടുത്ത വെക്കേഷന് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിലോട്ടുള്ള യാത്ര തുടരുക തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആതിരപ്പള്ളി ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. അമ്മയും അച്ഛനും പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ആതിരപ്പള്ളി ഞാൻ പോയിട്ടില്ല. പിന്നെ വാഴച്ചാൽ പോകാതെ എഴുതി, പിന്നെ കുറച്ച് ഇരുട്ടാവുന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 10-11 മണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴച്ചാലും കൂടി കണ്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ജഗ പോകുകയാവും ആ ദിവസം. അപ്പോൾ ഗായ്സ് ഞാൻ ഉറങ്ങുമ്പോഴേക്കും അമ്മ വിളിച്ചവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആതിരപ്പള്ളി ലൊക്കേഷനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ നെയിൽസ് വെറുതെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി
അങ്ങനെ ഗായ്സ് നമ്മുടെ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഭാഗം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ അതാ കുറേ ദൂരമായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നല്ല ഇറക്കാണ്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഈ ആതിരപ്പള്ളിയുടെ ഒരു ഇതാണ്, ചേരലാണ്. അവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് കൂടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു. അതവിടെ കണ്ടോ, ഒരു വൈറ്റ് കളറിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു പറഞ്ഞാൽ കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. കാലൊക്കെ കിഴച്ചു ഉണ്ടോ. അതുപോലെ അമ്മയ്ക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ വയ്യാതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. കണ്ടില്ലേ, കുറേ പേര് നടന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എഴഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല ചൂടായി കേട്ടോ. സമ്മറല്ല, ചൂടായി. സമ്മർ പറയാൻ വന്നു ഗൈസ്. നല്ല ചൂടായിരുന്നു. പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു കേട്ടോ. അതുണ്ടായത് ശരിക്കുമേ. ഗായ്സ് നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ആകെ വയ്യാതായി. ഞങ്ങൾ പോയത് കുറച്ച് ദിവസം മുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെക്കേഷനാണ്, എക്സാമാണ്. അപ്പോൾ എക്സാം തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആതിരപ്പള്ളിയല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതാ നമ്മൾ നോക്കി. അപ്പോൾ ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയാം. ബിഗ് സോറി ഗായ്സ്. കാരണം ഞങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞില്ലേ, ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ തന്നെ എടുത്ത് നോക്കുന്നത് തന്നെ, ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നല്ല കുലുക്കുണ്ട്, നല്ല ഇങ്ങനെ കുലു പറഞ്ഞിട്ട് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല സോറി, ബിഗ് സോറി. ഫസ്റ്റ് വ്ളോഗ് എടുക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾ പ്രൊഫഷണൽസാണ്. ഞാൻ ഇത്ര ഒന്നും തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇനി ഞങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. എത്താറായി എന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. ഓക്കെ, അവിടെയൊക്കെ കണ്ടോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വെള്ളം വാങ്ങി. അപ്പോൾ നല്ല സമ്മർ ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വാങ്ങി ഞങ്ങൾ സ്ഥലത്തേക്ക് എത്തി. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഒരു വൈകുന്നേരമൊക്കെ എത്തി നല്ല രസമാണ് കണ്ടോ. അതിന് പിന്നെ ഒരു തെറ്റ്, എൻ്റെ കൈ കണ്ടില്ല അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നത്, അത് വലിയൊരു തെറ്റാണ്. അപ്പോൾ അതാ ഞാൻ ഷൂസിൻ്റെ പ്രൊമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൂസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബാഗിയും ടോപ്പുമാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതാ അവിടെ കണ്ടോ നല്ല ഭംഗിയിൽ. അപ്പോൾ അതാണ് നമ്മുടെ ആതിരപ്പള്ളി പറയുന്നത്. സൂപ്പറാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു കുളിരൊക്കെ കയറും. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് കയറുന്നതാണ് നല്ലത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ല കുലുക്കുന്നുണ്ട്. ഇങ്ങനെ ഗുലു കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കണ്ടോ. എനിക്ക് ധീവറ പറഞ്ഞ പാട്ടൊക്കെ ഓർമ്മ വന്നു. നമ്മുടെ ഇതില്ലേ, എന്താ ബാഹുബലിയിലെ ഫസ്റ്റത്തെ കണ്ടോ, ധീവറ. ആ ഒരു ഇത് നല്ല രസമല്ലേ. അവിടെ പുകയല്ല, അവിടെ ഇതാണ് വെള്ളം ഇതാവുന്നതാണ്, വെള്ളം ഇങ്ങനെ തെറിക്കുന്നതാണ് കണ്ടോ. എങ്ങനെയുണ്ട് ഇത് ഗൈസ്, രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. അപ്പോൾ അവിടെ ഒരു പച്ച വീട് കണ്ടോ, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാനത് വിശ്വസിച്ചില്ല കേട്ടോ ഗായ്സ്. ഇനി നമ്മൾ ആതിരപ്പള്ളിയിലോട് വീട് പറയുകയാണ്. ഞാനിപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ലേ, അവിടേക്ക് പോവാം. നമുക്ക് അവിടെ വീഴുന്നുണ്ട്. അപ്പം ഞാൻ ഒരു യൂട്യൂബർ ആതിരപ്പള്ളി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് ഞാൻ അവിടെ എഴുതി കാണിക്കാം. ഇല്ല, വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ആതിരപ്പള്ളിയുടെ ഒരു വെള്ളച്ചാട്ടം വീഴുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ നല്ല സെറ്റായിരിക്കും. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയോ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ അത്രയും കയറുമായിരുന്നു. അപ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് മീ. അപ്പോൾ ഒരു ഷൂസ് നല്ല ഇതുണ്ടായിരുന്നു, നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഓടി ചാടി കയറി. അപ്പോഴും നമ്മുടെ ക്യാമറ കുലുങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വീട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആ പച്ച വീട് ഉണ്ടോ, അവിടെ നമ്മൾ ഈ 2018 വന്ന പ്രളയം, പിന്നെ ഇപ്പോൾ വന്നില്ലേ വയനാട്, അപ്പോൾ ഇതിൽ കൂടെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം പോയിട്ടുണ്ട്. പക്ഷേ ആ വീട് ഇതുവരെയായിട്ടും എനിക്ക് കേട്ടില്ല. അത് ഞാൻ കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ പേടിച്ചു പോയി. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് നൈറ്റ് പോലെയൊക്കെ ആയിട്ടുണ്ടാവും. നിറച്ച് മരങ്ങളാണ്. അപ്പോൾ നോക്കി നിറയെ കരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തട്ടിക്കൂട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ അതൊക്കെ ഒരുക്കിയിരിക്കുന്നതൊക്കെ എന്തൊക്കെ കോമഡി അല്ലേ. ഞാൻ ടാറ്റൊക്കെ കൊടുത്തു, ടാറ്റൊക്കെ തന്നു. അപ്പോൾ അതാ ഞങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, നല്ല നോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിതാ നടന്ന് പോവാണ്. അത് അവിടെ ഒരു വേലി ഉണ്ടല്ലോ, അത് കൂടെ ഒക്കെ നടന്ന് വേണം പോവാൻ. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരാഴ്ച എൻ്റെ കാലിന് വേദനയായിരുന്നു, അതാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് വയ്യായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ ഹെൽപ്പ് വേണമായിരുന്നു സ്റ്റെപ്പൊക്കെ കയറാൻ. അപ്പോൾ അതാ കുലുങ്ങുന്നു. സോറി ഗായ്സ്, നല്ലൊരു തെറ്റാണ് ഉണ്ടായത്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെറിയൊരു പേടിയുണ്ട്. പിന്നെ എനിക്ക് അത് കൂടെ ഇറങ്ങാനും നല്ല പേടിയുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ തെറ്റുള്ളതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞങ്ങൾക്കൊരു വീഡിയോസ് എടുക്കാമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും നല്ല ടയർഡാണ്, മുടിയൊക്കെ ആകെ കേടാണ്. അതാട്ടോ അമ്മയുടെ മുടി അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഷൂസാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നു പോകണം. മിനറൽ വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നന്നായി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എത്താറായി തോന്നുന്നു കേട്ടോ. 9 വളവറ്റ ഉണ്ട്, 9, 10, 11 വളവൊക്കെ ഉണ്ട്. അതൊക്കെ ലാസ്റ്റ് ഗായ്സ് നമ്മളങ്ങനെ ആതിരപ്പള്ളി എത്തി. ഞാനല്ല, അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് നല്ല ഭംഗിക്കൊക്കെ കിട്ടിയത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതാ നല്ല ഭംഗിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ അവിടെ നിന്നതിൻ്റെ സമയക്കാട്ടിലും നല്ലത് ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് മറ്റേ ധീവറ പറഞ്ഞിട്ട് തമന്ന ഭാട്ടിയുടെയും ഇവൻ്റെയില്ലേ പ്രഭാസിൻ്റെയും അവരുടെ വീഡിയോ, അവരുടെ ഒരു സോങ്ങിൽ ആ ഒരു സ്ഥലം പോലെ തോന്നി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഗായ്സ്, ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഒരു മാസമായി ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് കറക്റ്റായിട്ട് ARM റിലീസായി. എനിക്ക് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലായിട്ട്. അവർ കിളിയേ അവരുടെ പാടൊക്കെയല്ലേ, അവിടെയൊക്കെ കറക്റ്റ് അതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. ഗായ്സ്, നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. ഇതാ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് കുറേ നേരത്തെ കാണാമായിരുന്നു, പക്ഷേ മഴ ചതിച്ചത് കാരണം കുറച്ച് നേരം ഷെഡിൽ, അവിടെ ഒരു ഷെഡുണ്ട്, അവിടെ നിൽക്കേണ്ട വന്നു. എനിക്ക് നല്ല രസമല്ലേ, സൂപ്പറല്ലേ. അപ്പം ഇനിയും നേരെ വീട്ടിൽ കുറേ നടക്കാനുണ്ട്. ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്ര നടക്കാനുണ്ട് എന്നുള്ളത്. അവിടെ പിന്നെ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് നല്ല വ്യൂ കണ്ടോ, ഇവിടെയും നല്ല വ്യൂ, ഇവിടെയും നല്ല വ്യൂ, ഒക്കെ സെറ്റാണ്. അപ്പം ഇനി വേഗം നടന്ന് പോകണം. ഇത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അനിയന് വേണ്ടിയിട്ട് ഞങ്ങൾ പാർക്കിലും പോകുന്നതായിരിക്കും. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നടക്കുന്ന വഴി കാണാം കേട്ടോ. കുറേ നടക്കാനുണ്ട്. അപ്പോൾ എവിടെ വീഴുന്നോ ഒന്നും അറിയില്ല. മഴ പെയ്തുകൊണ്ട് നല്ല പായലൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് തന്നെ വഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാറിന് കാണാം. കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. കുറേ നടക്കാനുണ്ട്, അതായത് കുറേ പേര് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കാറിന് കാണാം. അപ്പോൾ ഗായ്സ്, ഞാനങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. അവന് പിസ്തയെ, അനിയന് പിസ്ത, അമ്മയ്ക്ക് അത് ക്യാഷ്യൂടെയാണ്, എനിക്ക് ചോക്ലേറ്റ്. മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. അന്ന് ഞാൻ 2 3 ഐസ്ക്രീം കഴിച്ചു കേട്ടോ. പിറ്റേ ദിവസം എൻ്റെ സൗണ്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിയർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രസമല്ലേ, ഇതാ വിയർത്ത് ഇങ്ങനെ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നത് നല്ല സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ കാറിന്ന് കാണാം കേട്ടോ. നമ്മൾ കാറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടയേർഡാണ്. ഞാനിനി ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഉറങ്ങാനുള്ള ചാൻസ് വളരെയധികമാണ്. ലഞ്ച് കഴിച്ചിട്ടില്ല, ഒന്നാമത് അതാണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആകെയാ. അപ്പോൾ ഇതാ നമ്മൾ ഇത് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, ഞാൻ ഒരൊറ്റ ഉറക്കാണ്.
അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതിരപ്പള്ളി വിസിറ്റ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം എന്താ, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എന്ത് ചെയ്യുക, ഞങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. അപ്പോൾ ഗായ്സ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ സമയത്ത് ഞാനൊരാളെ കണ്ടു. നിങ്ങൾക്ക് ആ ആളെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ അപ്പോൾ കാണിക്കേ. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ആളറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ബൈ.